ബിഗ് ബോസ് മലയാളം സീസൺ 7 അപ്ഡേറ്റിലേക്ക് തന്നെ പോകാം. നമ്മുടെ വൈൽഡ് കാർഡായി എത്തിയ മസ്താനിയുടെ കാര്യം ഏകദേശം തീർന്നു എന്ന് തന്നെ പറയാം. ഈ ഒരു വീക്കെൻഡ് മിക്കവാറും നല്ല രീതിയിലുള്ള പണി കിട്ടും. അതിനുശേഷം അടുത്ത ആഴ്ചയിലേക്ക് റെവിക്ഷനിൽ വന്നു കഴിഞ്ഞാൽ പ്രേക്ഷകരും നല്ല രീതിയിൽ പണി കൊടുക്കാനുള്ള സാധ്യതകളുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിലവിൽ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വന്ന അന്ന് മുതൽ ചെയ്തിട്ടുണ്ട്. ആദ്യ ദിവസം ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് വന്ന സമയത്ത് തന്നെ രേണുസുതിയുമായി ബന്ധപ്പെട്ട് അവരുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിലൊന്നും ഒരു കാര്യമില്ല. കുറച്ച് വിവരമുണ്ടായിരുന്നെങ്കിൽ ഉണ്ടാക്കാൻ പോകത്തില്ല. കാരണം പുറത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. പ്രത്യേകിച്ച് കണ്ടന്റുകൾ ഒന്നുമില്ലാതെ നിൽക്കുമ്പോഴാണ് ഉറങ്ങിക്കിടക്കുന്നയാളെ വിളിച്ചുണർത്തി എന്ന് പറയുന്നത് പോലെ ഒരു കണ്ടന്റുമായി അവരുടെ തലയിലോട്ട് കയറുന്നത്. അതിന്റെ ഒരു ആവശ്യവുമില്ല. ഓക്കെ, അത് അവരുടെ ഗെയിം ആയിക്കൊള്ളട്ടെ. കയറി കഴിഞ്ഞാൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു മര്യാദയെങ്കിലും കാണിക്കണ്ടേ, എന്താണ് ഏതാണ് എന്നൊന്നും നോക്കാതെ പുറത്തെ കാര്യങ്ങളും പുറത്ത് നടന്ന ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പുറത്ത് അവർ ഇന്റർവ്യൂവിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞതുമായി ബന്ധപ്പെട്ടൊക്കെ വന്ന് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വന്ന് എന്തെങ്കിലും പറഞ്ഞ് ആളാകാൻ ശ്രമിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. എന്തോ പുറത്ത് കുറച്ച് സോഷ്യൽ മീഡിയയിലെ കുറച്ച് ക്ലിപ്പുകളും സോഷ്യൽ മീഡിയയിൽ പലരും പങ്കുവെച്ചിട്ട് അല്ലെങ്കിൽ ഷെയർ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടിട്ട് എന്തോ ആളാകാൻ വേണ്ടിയിട്ട് വന്ന് നടത്തിയ ഒരു എന്താ പറയുന്ന ഒരു ഷോ ഓഫ് മാത്രമായിട്ടാണ് പ്രേക്ഷകർക്ക് തോന്നിയത്. അന്ന് വരെയും എന്താ പറയുന്ന സംസാരത്തിന്റെ ഒരു കാര്യത്തിൽ ചിലച്ചുകൊണ്ട് നടക്കുന്ന രന ഫാത്തിമയെ ആഴുന്നുണ്ടെങ്കിൽ ഇന്നു മുതൽ ഇപ്പോൾ അത് ആ ഒരു ഹേറ്റ് ശരിക്കും നമ്മുടെ മസ്താനിയിലേക്ക് മാറിയിരിക്കുകയാണ്. രന ഫാത്തിമയുടെ ഹേറ്റ് കുറഞ്ഞ് ആ ഹേറ്റേഴ്സ് എല്ലാം ഇപ്പോൾ മസ്താനിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അന്നത്തെ ആ ഒരു രേണുസുതിയുടെ മാറ്ററിൽ മാത്രമല്ല, പിന്നീട് അങ്ങോട്ട് നമ്മുടെ അനീഷിന്റെ ഒരു പേഴ്സണൽ ലൈഫുമായി ബന്ധപ്പെട്ട് അതിലുള്ളിലേക്ക് കയറി വരുന്നു. അവരുടെ പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങളും ഡിവോഴ്സിന്റെ കാര്യങ്ങളും എല്ലാം ഗെയിമിനുള്ളിലേക്ക് എടുത്തിടുന്നു. ഇതൊന്നും ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങളോ ഒന്നുമല്ല. ഇവര് ഷോയുടെ ഒരു ഇത്രയും ദിവസത്തെ ഒരു 28 ദിവസത്തെ എപ്പിസോഡുകൾ കണ്ട് അല്ലെങ്കിൽ 4 ആഴ്ചത്തെ എപ്പിസോഡുകൾ കണ്ടിട്ടാണ് ഇതിനുള്ളിലേക്ക് വരുന്നത്. എപ്പിസോഡുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവർക്ക് പറയാം. പുറത്ത് നടന്ന കാര്യങ്ങളൊന്നും പറയരുതെന്ന് ബിഗ് ബോസിന്റെ റൂളുണ്ട്. അതിൽ നടന്ന് പുറത്ത് ടെലികാസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇവരോട് പറയരുതെന്നുള്ള റൂളുണ്ട്. എന്നാൽ പോലും അതൊക്കെ വെച്ചിട്ട് ഇവർക്ക് കണ്ടസ്റ്റൻസിനെ എന്ത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും പ്രൊവോക്ക് ചെയ്യാം. ബട്ട് പുറത്തു നിന്നുള്ള അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തിട്ട് വന്നിട്ട് ഈ ഒരു ഷോയുടെ ഒരു എന്താ പറയുന്ന ഒരു മാന്യത നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ വളരെ മോശമായ രീതിയിലൊക്കെ എടുത്ത് അതൊരു ആയുധമാക്കി എടുത്ത് സംസാരിക്കുക എന്നൊക്കെ പറയുന്ന ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അനീഷിന്റെ കേസ് മാത്രമല്ല, രന ഫാത്തിമയായിട്ട് നടന്ന ആ ഒരു വഴക്കിനിടയിൽ വളരെ മോശമായിട്ട് സംസാരിക്കുകയും മോശമായിട്ടുള്ള ജസ്റ്ററുകൾ ഉപയോഗിക്കുകയും ബോയ് ഫ്രണ്ടുമായിട്ട് ബന്ധപ്പെടുത്തി വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പം അതിനൊക്കെ ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് വാർണിംഗും കാര്യങ്ങളും ഒക്കെ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. എന്നാൽ പോലും മൾട്ടിപ്പിൾ നമ്പർ ഓഫ് ഇഷ്യൂസ് ആണ് മസ്താനി വന്ന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവിടെ ഉണ്ടാക്കി ഇരിക്കുന്നതും അതുപോലെ തന്നെ പ്രേക്ഷകരെ മാക്സിമം വെറുപ്പിച്ചു കൂട്ടിയിരിക്കുന്നതും. അപ്പം നിലവിൽ ചെയ്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ വീക്കെൻഡിൽ ലാലേട്ടൻ വന്നു കഴിയുമ്പോൾ നല്ല രീതിയിൽ എയറിലേക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ബിഗ് ബോസിനകത്ത് വന്നിട്ട് പുറത്ത് നടന്ന കാര്യങ്ങളും അവിടെ കാണിച്ചു കൂട്ടിയിട്ടുള്ള കണ്ടസ്റ്റൻസ് കാണിച്ചു കൂട്ടിയിട്ടുള്ള പല കാര്യങ്ങളും ടെലികാസ്റ്റ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും പല കണ്ടസ്റ്റൻസുമായിട്ട് ഷെയർ ചെയ്തതും പലതവണ ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് വാർണിംഗ് ഉണ്ടായിട്ടും അത് റിപ്പീറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നു. അപ്പം അതിനെതിരെ ഒരു റൂൾ വയലേഷൻ എന്ന രീതിയിലും ലാലേട്ടന്റെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അനുമോൾ ആര്യൻ ആര്യൻ ജിസേല ഈ ഒരു ഇഷ്യൂവില് ഒരു പരിധിവരെ അനുമോളെ കുത്തിവിട്ടത് നമ്മുടെ മസ്താന് തന്നെയാണ്. പുറത്ത് ഇങ്ങനെ കണ്ടുവന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നുവെന്നും അനുമോൾക്ക് അതൊരു ഡൗട്ടിൽ നിൽക്കുകയാണ്, സംശയത്തിൽ നിൽക്കുകയായിരുന്നെങ്കിൽ പോലും ആ ഒരു മാറ്റർ എടുത്തിടാൻ കാരണം മസ്താന് തന്നെയാണ്. മസ്താനെയാണ് ശരിക്കും പിന്നണിയിൽ നിന്നുകൊണ്ട് ആ സംഭവം പ്രവർത്തിച്ച് അങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പറയുന്നില്ല. അതിന്റെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ വിഷ്വൽസ് എടുക്കാൻ ബിഗ് ബോസിന് കാണിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കാണിക്കട്ടെ. അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സംഭവത്തിലേക്ക് വരട്ടെ. കാരണം അത് അത്രയ്ക്കും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. അത്രയ്ക്കും പ്രശ്നങ്ങൾ വരുന്ന ഒരു ആരോപണമാണ് നടത്തിയിരിക്കുന്നത്. അതെന്തെങ്കിലും ആയിക്കൊള്ളട്ടെ. അപ്പം അതടക്കം ഇഷ്ടം പോലെ കാര്യങ്ങളാണ് പുറത്തുനിന്ന് വന്നിട്ട് പുറത്ത് നടക്കുന്ന കാര്യങ്ങളും മറ്റുള്ളവരുടെ പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങളും എല്ലാം എടുത്തിട്ട് കണ്ടസ്റ്റൻസിനെ പ്രൊവോക്ക് ചെയ്യുന്നതും അറ്റാക്ക് ചെയ്യുന്നതും. ഒരിക്കലും അത് പ്രേക്ഷകരെ സംബന്ധിച്ച് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതല്ല. അവർക്ക് ആരോഗ്യപരമായ രീതിയിലുള്ള ആശയങ്ങൾ കൊണ്ട് നേരിടാം, ഫൈറ്റ് ചെയ്യാം, ഒരു പ്രശ്നങ്ങളും ഇല്ല. അതിനകത്ത് നടന്ന കാര്യങ്ങൾ ഉപയോഗിക്കാം. പക്ഷെ അതൊന്നുമല്ലാതെ അങ്ങനെ ഒരു റീസൺസും ഇല്ലാതെ മാക്സിമം ഉപദ്രവിക്കില്ല എന്ന് കരുതുന്ന വീക്കായിട്ട് നിൽക്കുന്ന കണ്ടസ്റ്റൻസിന്റെ പുറത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് വളരെ മോശമായ രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നതും പിന്നെ പ്രേക്ഷകർക്കിടയിൽ കുറച്ച് ഹേറ്റേഴ്സ് ഉണ്ടെന്ന് കാണുന്നവർക്ക് നേരെ ഇതുപോലെയുള്ള പല പുറത്തുനിന്ന് കാണുന്ന പല പ്രയോഗങ്ങളും നടത്തിക്കൊണ്ടുള്ള ഒരു ഗെയിം സംഭവങ്ങളൊന്നും ഒരു രീതിയിലും പ്രേക്ഷകർ എന്ന നിലയിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നില്ല. എന്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീക്കെൻഡ് മസ്താനിയെ സംബന്ധിച്ച് വളരെ നിർണായകം എന്ന് തന്നെ പറയാം. നല്ല രീതിയിൽ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടന്റെ കയ്യിൽ നിന്ന് കിട്ടാനുള്ള എല്ലാ സ്കോപ്പും
പോകുന്നുണ്ട്. അതിന്റെ അടുത്ത ആഴ്ചയിലേക്ക് ഒരു എവിക്ഷനിൽ വന്നു കഴിഞ്ഞാൽ പ്രേക്ഷകരും നല്ല രീതിയിൽ എവിക്റ്റ് ചെയ്ത് വീട്ടിലേക്ക് തന്നെ പറഞ്ഞുവിടാനുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്താണെങ്കിലും നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളൊന്ന് പറയുക. മസ്താനി എന്ന കണ്ടസ്റ്റന്റ് ഈ ഒരു സീസണിലേക്ക് വന്നിട്ട് വന്ന ദിവസം തന്നെ കാണിച്ചു കൂട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണോ? അതുപോലെ തന്നെ പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങൾ, ഫാമിലി മാറ്റേഴ്സ്, അനീഷിന്റെ ആണെന്നുണ്ടെങ്കിലും ഡെന ഫാത്തിമയുടെ ആണെന്നുണ്ടെങ്കിലും മറ്റ് പല കണ്ടസ്റ്റൻസിന്റെ ആണെന്നുണ്ടെങ്കിൽ പോലും ഇതിലേക്ക് എടുത്തു കൊണ്ടുവന്ന് അവരെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ച് ഒരു കണ്ടന്റിന് വേണ്ടി ഒരു സംഭവം ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളെ പറ്റിയുള്ള ഒരു അഭിപ്രായങ്ങളും കാര്യങ്ങളും നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.